അങ്ങനെ അന്ന് ചാൻസ് അന്വേഷിച്ച് നടന്ന ഇന്നസെൻറ്റിനെ തേടി നിർമ്മാതാക്കളും സംവിധായകരും ധാരാളം വരുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ ഇപ്പോൾ സിനിമകളിൽ അഭിനയിക്കാറുള്ളൂ. എന്നാലും ഇന്നസെൻ്റ് അന്ന് ചെയ്ത പോലെ തന്നെ ഇന്നും ധാരാളം ആളുകൾ സിനിമാ മോഹങ്ങളുമായി സിനിമയിൽ മുഖം കാണിക്കാൻ, സിനിമയിൽ അഭിനയിച്ച് പേരെടുക്കാൻ, വലിയ നടനാവാൻ ഒക്കെയായി പല സംവിധായകരെയും നിർമ്മാതാക്കളെയും അന്വേഷിച്ച് നടക്കുന്ന കാഴ്ച ധാരാളമാണ്. സത്യൻ അന്തിക്കാടിനെ സ്ഥിരമായി കോഴിക്കോട്ടുള്ള ഒരാൾ നല്ലൊരു റോളിന് വേണ്ടി സമീപിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് രാംദേവ് എന്നാണ്. സംസാരം അത് മിൻസാരം എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയുണ്ട്. അത് സംവിധാനം ചെയ്തത് വിഷു ആണ്. അപ്പോൾ തമിഴിൽ വളരെ നന്നായി ലക്ഷ്മിയും വിഷുവും ഒക്കെ അഭിനയിച്ച സിനിമയാണ്, നന്നായി ഓടി. അപ്പോൾ അത് മലയാളത്തിൽ റീമേക്ക് ചെയ്യാനുള്ള റൈറ്റ് കോട്ടയത്തുള്ള സെൻട്രൽ പിക്ചേഴ്സ് വിഷുവിൽ നിന്ന് വാങ്ങി. അങ്ങനെ അവർ സത്യൻ അന്തിക്കാടിനെ സമീപിച്ചു. സത്യൻ അന്തിക്കാട് ശരി നോക്കാം, നമുക്ക് അതൊരു മലയാളീകരിക്കാൻ പറ്റുമോ എന്നാലോചിച്ച് നോക്കാം. എന്തായാലും ഏത് ഭാഷയിലായാലും ഒരു ചലച്ചിത്രം വിജയിക്കുമ്പോൾ അതിനകത്ത് വിജയസാധ്യതയുള്ള എന്തോ ഒരു എലിമെൻ്റ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അതിന് ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മലയാളത്തിൻ്റെ മണമുള്ള അല്ലെങ്കിൽ മലയാളീകരിക്കാൻ ഉള്ള എന്ന് വെച്ചാൽ സംഭാഷണം, കഥാസന്ദർഭങ്ങൾ, അതിനൊക്കെ വേണ്ടി എന്നെ സംഭാഷണം എഴുതാനൊക്കെ ആയിട്ട് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടുള്ള അളകാവരി ഹോട്ടലിൽ ഞാനും സത്യനും കൂടി അതിൻ്റെ കഥയൊക്കെ സംസാരിച്ച് താമസിക്കുകയാണ്. ഒരു ദിവസം രാവിലെ 4:30ക്കും 5-നും ഇടയിൽ വാതിലിൽ തട്ട് കേൾക്കുകയാണ്. അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് പരിചയമില്ല, ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. ഡയറക്ടർ സത്യൻ അന്തിക്കാട്. ഞാൻ പറഞ്ഞ അദ്ദേഹം ഉറങ്ങാൻ എഴുന്നേറ്റിട്ടില്ല. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ് ഒന്ന് വിളിച്ചാൽ എനിക്ക് സംസാരിക്കാമായിരുന്നു. ഞാൻ വെച്ചാൽ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഒരു 20 കിലോമീറ്റർ ദൂരെ, ഇവിടെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 20 കിലോമീറ്റർ അടുത്തല്ലല്ലോ, കുറച്ച് ദൂരമല്ലേ? അല്ല അതെ, ഞാൻ കോഴിക്കോട് തന്നെയാണ് എന്ന് പറയായിരുന്നു. ഞാനപ്പം സത്യനെ വിളിച്ചു. സത്യനെ വിളിച്ചപ്പോൾ സത്യൻ്റെ മുഖം അത്ര പന്തിയല്ലെന്ന് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം പന്തിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒരു കഥയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. സിനിമ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുന്ന സമയമാകുമ്പോൾ വന്ന് കാണും, അപ്പോൾ നമുക്ക് സംസാരിക്കാം. അല്ല, ഇടയ്ക്കൊന്ന് വന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ള അതുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു. ഇല്ലില്ല, പിന്നെ വന്നാൽ മതി, കഥയൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. അപ്പോൾ അതിനുശേഷം ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു സത്യനോട്, ഇദ്ദേഹം ആരാണ്? അദ്ദേഹം ഭയങ്കരമായ സിനിമ ഭ്രമമുള്ള ഒരാളാണ്, എൻ്റെ ചില സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇതേ സമയത്ത് തന്നെ വാതിലിൽ തട്ടുന്നു. ഈ രംഗം ആവർത്തിക്കുകയാണ്. അതേ മനുഷ്യൻ സത്യം വന്നിട്ട് സത്യം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞതല്ലേ, ഞങ്ങളിങ്ങനെ കഥ ആലോചിച്ച് വരുന്നേ ഉള്ളൂ, ഷൂട്ടിംഗ് തുടങ്ങാറാവുമ്പോൾ കണ്ടാൽ മതിയെന്ന്. അല്ല, നിങ്ങളിങ്ങനെ കഥ ആലോചിച്ചിട്ട് ഇന്നലെ രാത്രി കൊണ്ട് കഥ ഒരു തീരുമാനമാവുകയും ഷൂട്ടിംഗ് ഉടനെ നടക്കുകയുമാണെങ്കിൽ പിന്നെ ഞാൻ വൈകാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. ഇല്ലില്ല, ഇനിയും കുറേ ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങൊക്കെ തുടങ്ങുള്ളൂ, അപ്പോൾ വന്നാൽ മതി എന്ന് സത്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ കാര്യം എന്നറിയാം, നിങ്ങൾ വളരെ മൃദുവായിട്ടാണ് ആൾക്കാരോട് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ പിന്നെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ തോന്നുന്ന രീതിയിലൊരു ക്ഷണക്കത്ത് പോലെയാണ് പിന്നെ വന്നാൽ മതി നിങ്ങൾ പറയുന്നത്. ഈ ഒരു സമീപനം ശരിയല്ല. പ്രത്യേകിച്ച് 4:30 മണിക്കൊക്കെ വന്നിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് ചാൻസ് ചോദിക്കുന്നത് വളരെ കടുത്ത ഒരു നടപടിയാണ്. സത്യം പറഞ്ഞു, ശരി, ഇനി അയാൾ വരികയാണെങ്കിൽ ഞാൻ അയാളെ ശരിക്കും ഒന്ന് വഴക്ക് പറയും, നോക്കുമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ മനുഷ്യൻ്റെ വീട്ടിലുള്ള കാര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കി. 4:30ക്കും 5-നും ഇടയിൽ 20 കിലോമീറ്റർ ദൂരത്ത് നിന്ന് കോഴിക്കോട് ടൗണിലേക്ക് വരാൻ അദ്ദേഹത്തിന് സാധിക്കണമെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വാഹനത്തിലായിരിക്കാം, എന്താണെന്നൊന്നും അറിയില്ല. എങ്കിൽ പോലും ഒരു 3 മണിക്കെങ്കിലും അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് കുളിച്ചിട്ട് റെഡിയായിട്ടൊക്കെയാണല്ലോ വരുന്നത്, എഴുന്നേറ്റ് റെഡിയായിരിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്ന ഡയലോഗുകൾ ഞങ്ങൾ വെറുതെ സങ്കല്പിച്ചു. മോളോട് പറയാണ്, മോളെ അച്ഛന് വെള്ളം ചൂടാക്ക്, 3 മണിക്ക് എഴുന്നേറ്റിട്ട് അലാറം വെച്ചിട്ട് എഴുന്നേക്കണം, എല്ലാവരും എഴുന്നേക്കണമല്ലോ, അച്ഛന് ചാൻസ് ചോദിക്കാൻ പോകാൻ നേരമായി
നേരത്തെ വെള്ളം ചൂടാക്കൂ, അച്ഛനെ സോപ്പെടുത്ത് വെക്കൂ. അങ്ങനെ ചാൻസ് ചോദിക്കാൻ പിന്നെ അമ്മയും മക്കളും ഒക്കെ കൂടിയിട്ടുള്ള സംഭാഷണവും ഇദ്ദേഹത്തെ അവിടെ നിന്ന് വിടുന്നത് വളരെ പ്രഭാതത്തിൽ തന്നെ പറഞ്ഞു വിടുന്നതും 4:30-ക്കും 5-നും ഇടയിൽ ഇദ്ദേഹം എത്തുന്നതുമായിട്ടുള്ള വളരെ വിചിത്രമായ ഒരു രംഗം ഞങ്ങൾ സങ്കല്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭ്രമം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പിന്നെ അത് ആണ് സിനിമയുടെ ആകർഷണം എന്ന് പറയുന്ന സംഗതി. അപ്പം സത്യൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം വിട്ട് പിറ്റേ ദിവസം ഇതേപോലെ തന്നെ 4:30-ക്കും 5-നും ഇടയിൽ അദ്ദേഹം വന്നു. ഞാൻ വാതിൽ തുറന്നു, ഞാൻ സത്യനെ വിളിച്ചു. അപ്പോൾ എന്നോടിങ്ങനെ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് സത്യൻ ആരോടും അങ്ങനെ മോശമായി സംസാരിക്കാനോ ചൂടായി സംസാരിക്കാനോ പരിചയമുള്ള ആളല്ല. എങ്കിലും എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വളരെ ഉറക്കെ അദ്ദേഹത്തോട്, രാംദേവിനോട് സത്യൻ പ്രകോപിതരായി സംസാരിച്ചു. എന്താ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. ചീത്ത വാക്കൊന്നും പറയാൻ സത്യൻ അറിയില്ല. അങ്ങനെ അല്ല, ഞാൻ പിന്നെ ഇടയ്ക്ക് എപ്പോഴാണ് ഇതൊന്ന് റെഡിയാവുക എന്നറിയാത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പകുതി വിഴുങ്ങി ഒക്കെ ആയിട്ട് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞ് അവിടുന്ന് പോയി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഈ സംസാരം അത് മിൻസാരം എന്ന് പറയുന്ന കഥ ഞാനും സത്യനും കൂടി സംസാരിച്ച് അവസാനം ഒരു മലയാളീകരിക്കാനുള്ള സാധ്യതകൾ വഴിമുട്ടിയപ്പോൾ ഞാൻ സത്യനോട് പറഞ്ഞു, ഈ സംസാരം അത് മിൻസാരം എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത് എൻ്റെ കേസറ്റോ മറ്റോ ഉണ്ടെങ്കിലും ഒന്ന് കണ്ടാൽ അപ്പോൾ ഒന്നുകൂടെ എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണ് കഥ മുമ്പോട്ട് പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാമായിരുന്നു ആ സിനിമ. അത് നമുക്ക് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യാം, എങ്കിലും അതൊന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാസറ്റ് സംഘടിപ്പിച്ച് ഞങ്ങളൊരു സ്ഥലത്തിരുന്ന് ആ സിനിമ കണ്ടു. ആ സിനിമ എന്ന് പറയുന്നത് പിന്നെ ഒരേ കുടുംബത്തിലുള്ള രണ്ടാളുകൾ തെറ്റിപ്പിരിയുമ്പോൾ ഒരേ വീടിൻ്റെ മധ്യത്തിൽ വരഞ്ഞ് ഈ വരക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ കടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അത് കേരളത്തിൽ അതേപോലെയുള്ള സീനുകളൊക്കെ കാണിച്ച് ഇവിടുത്തെ പ്രേക്ഷകരെ വിശ്വസിപ്പിച്ച് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ സത്യനോട് പറഞ്ഞു, ദയവേത് ഈ പരിപാടി മുമ്പോട്ട് പോകില്ല, എനിക്ക് പറ്റില്ല, ഇത് ഭയങ്കര മെലോഡ്രാമയാണ്, എനിക്കിത് അങ്ങനെ ഫലിപ്പിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ, ഞാൻ പറഞ്ഞു ഈ കാസറ്റ് ഈ സിനിമ കണ്ടതോടുകൂടി ഇത് മലയാളീകരിക്കേണ്ട സിനിമയല്ല എന്ന് എനിക്ക് തോന്നുന്നു, ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു പോയി. പിന്നെയും കുറേ ദിവസങ്ങൾക്കും മാസങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരക്കഥാകൃത്ത് ലോഹിത് ദാസുമായിട്ട് സത്യൻ അന്തിക്കാട് ഈ കഥ സംസാരിക്കുകയും ലോഹിത് ദാസ് അത് മലയാളീകരിക്കുന്നതിൽ പിന്നെ കുറേയൊക്കെ വിജയിക്കുകയും പല പുതിയ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കുകയും പല പുതിയ കഥാസന്ദർഭങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു തരക്കേടില്ലാത്ത ലെവലിലേക്ക് ആ കഥ എത്തിക്കുകയും ചെയ്തതിന് ശേഷം ഇത് ഷൂട്ട് ചെയ്യാം എന്ന് അവർ തീരുമാനിച്ചു, നിർമ്മാതാക്കളും സംവിധായകനും എഴുത്തുകാരനൊക്കെ ചെയ്തത്. അപ്പോൾ എന്നോട് അതിലൊരു കഥാപാത്രം അഭിനയിക്കാൻ പറയുകയും ചെയ്തു. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി കോഴിക്കോട് തന്നെയുള്ള ഒരു സ്ഥലത്ത് ഇവരിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു വീട് വേണം, പിന്നെ അതിൻ്റെ പിന്നെ വാതിൽപ്പുറം എന്ന് പറയുന്നത് പുറത്ത് പിന്നെ ഔട്ട്ഡോറിൽ കുറേ ഷൂട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ ലൊക്കേഷൻസ് അന്വേഷിച്ചൊരു വില്ലേജിൽ ഇങ്ങനെ എത്താണ്. വില്ലേജ് അറ്റ്മോസ്ഫിയറിലാണ് കഥ നടക്കുന്നത്. അങ്ങനെ നടന്ന് ചില ആളുകളുടെ അടുത്തൊക്കെ ഇങ്ങനെയുള്ള വീട് വേണം, ഇങ്ങനെയുള്ള വീട്, ആ വീട്, ഈ വീട്, ഇങ്ങനെയുള്ള വീടാണെങ്കിൽ അതൊക്കെ കുമാരൻ മാസ്റ്ററോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. വേറൊരു സ്ഥലത്ത് ചെന്നപ്പോഴും നിങ്ങൾക്കിവിടെ ഇപ്പം ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടണമെങ്കിൽ ഇവിടുത്തെ ആളെന്ന് പറയുന്നത് കുമാരൻ മാഷാണ്. അപ്പോൾ കുമാരൻ മാഷ് എന്ന് പറയുന്ന ഒരാളെ പറ്റിയിട്ട് അവർക്കിങ്ങനെ ഒരു വലിയൊരാളാണ് എന്ന് മനസ്സിലായി. അപ്പോൾ കുമാരൻ മാഷക്ക് ടെക്സ്റ്റൈൽ ഷോപ്പുണ്ടെന്നും ചിലപ്പോൾ ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കണ്ടേക്കും. അങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നോക്കിയപ്പോൾ കുമാരൻ മാഷ് അവിടെ വന്നിട്ടില്ല. അങ്ങനെ പല ലൊക്കേഷൻസിൻ്റെ കാര്യവും വന്നപ്പം കുമാരൻ മാഷ് പറഞ്ഞാൽ ആ വീട് കിട്ടും, ഈ വീട് കിട്ടും, ഈ ഷോപ്പ് കിട്ടും, ഈ അല്ലെങ്കിൽ കാറുകൾ സംഘടിപ്പിക്കാൻ, അങ്ങനെ എല്ലാ സൗകര്യങ്ങൾക്കും അവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ കുമാരൻ മാഷ് വിചാരിച്ചാലേ നടക്കൂ എന്നുള്ള രീതിയിലാണ് കുമാരൻ മാഷെ ആളുകൾ ബിൽഡപ്പ് ചെയ്യുന്നത്. അങ്ങനെ സത്യനും ക്യാമറാമാൻ വിപിൻ മോഹനും ലോഹിത് ദാസും ഒക്കെ ചേർന്ന് കുമാരൻ മാഷ വീട് തേടിപ്പിടിച്ച് അങ്ങനെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നു. കുമാരൻ മാഷ് ഇല്ലേന്ന് ചോദിച്ചു. കുമാരൻ മാഷ് അദ്ദേഹം കുളിക്കുകയാണ്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുമാരൻ മാഷ് കുളിയൊക്കെ കഴിഞ്ഞ്
പുറത്തേക്ക് വന്നു. സത്യൻ കുമാരമാഷെ നോക്കി, കുമാരമാഷ് സത്യനെ നോക്കി. രണ്ടുപേരും ഞെട്ടി. 20 കിലോമീറ്റർ ദൂരെ നിന്ന് കോഴിക്കോട് ചാൻസ് അന്വേഷിച്ച് സത്യൻ്റെ മുറിയിൽ വന്ന് സത്യൻ്റെ വഴക്ക് കേട്ട് പോയ കുമാരൻ മാഷ്, പേര് രാംദേവ്, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി രാംദേവ് എന്നാക്കിയിരിക്കുകയാണ്, അദ്ദേഹമാണ്. അദ്ദേഹം സത്യനെ കണ്ട് പേടിച്ചെന്താണെന്ന് വെച്ചാൽ, അയാൾ ഹോട്ടലിൽ നിന്ന് വഴക്ക് പറഞ്ഞ് പോരാഞ്ഞിട്ട് ഇവന് വീട് തേടി വന്ന് വഴക്ക് പറയുകയാണോ എന്ന് പേടിച്ചിട്ടാണ് അദ്ദേഹം സത്യനെ കണ്ട് ഭയന്നത്. സത്യൻ ഭയന്നത്, അയ്യോ ഈ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞ കുമാരൻ മാഷ് എന്ന് പറഞ്ഞ ആളെയാണോ ഞാൻ വഴക്ക് പറഞ്ഞത്. അങ്ങനെ സത്യൻ ഒരു കാര്യം എന്തായാലും തീരുമാനിച്ചു, ഈ പ്രദേശത്ത് ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ പടം ഷൂട്ട് ചെയ്യുന്ന പ്രശ്നമില്ല, കാരണം നാണക്കേടാണ്. അങ്ങനെ ആ പ്രദേശത്ത് നിന്ന് ആ ചിത്രം ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് വേറെ ഒരു സ്ഥലത്താണ്, ഷൊർണൂർ ഭാഗത്താണ് പിന്നെ ആ സിനിമ ഷൂട്ട് ചെയ്തത്. ആ സിനിമയുടെ പേരാണ് കുടുംബപുരാണം. നന്നായി ഓടുകയും ചെയ്തു.